അങ്കമാടിയിലെല്ലാം പോയിട്ട് വന്നിട്ട് അടുത്ത ദിവസം നമ്മള് ഒന്ന് കണ്ണൂർ വരെ പോവാന്ന് കേട്ടാ. വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാന്ന്, പ്രത്യേകിച്ച് ഒരു പേർപ്പസ് ഒന്നുമില്ല. അങ്കമാടിയിൽ പോയിട്ട് വന്നിട്ട് അന്ന് ഉച്ചക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു. പിന്നെ നല്ല മടി പിടിച്ചു, നല്ല മഴക്കാറും മഴ പിടിക്കുന്നുണ്ടായിരുന്നു നല്ലോണം. പിന്നെ എന്താണ് പിന്നെ ഉറക്കം വന്നിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടായിട്ടില്ല. ഇന്ന് രാത്രി ഉറങ്ങാത്തോണ്ട് പറഞ്ഞു ഐശുവിന്റെ അടുത്ത് അതെന്റെ ഫ്രണ്ട് ഉണ്ട് ഐശു മാളില്, നമ്മുടെ സെക്യൂർ സെന്റർ അല്ലേട്ടാ ഇതിന്റെ പേര്, അതെ ആ മാളില്. അപ്പൊ ഓളെ കാണാനും കൂടി വേണ്ടിട്ടാ പോകുന്നത്. അപ്പൊ അതാ പറയുന്നത് ഐശു ആന്റിന്റെ അടുത്ത് പോകുന്നത് പറയാന്ന്. അപ്പൊ ഇന്ന് പോയിട്ട് ഒന്ന് മാളിലെല്ലാം കറങ്ങിയിട്ട് ഒന്ന് അടിപൊളിയാക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. നമ്മളൊരു 10:45 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത്യാവശ്യം കുറച്ച് ബ്ലോക്ക് കാണുന്നുണ്ട് റോഡിൽ. ഈ സമയത്ത് എന്തിനാ ബ്ലോക്ക്? മഴയൊന്നുമില്ല, ഇന്ന് കുറച്ച് വെയിലുള്ള ക്ലൈമറ്റ് ആണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല, പെട്ടെന്നല്ലേ മഴയെല്ലാം വരുന്നത്. ചില ജില്ലയിലെല്ലാം ന്യൂസിൽ കാണുന്നുണ്ട് ഫുള്ള് വെള്ളപ്പൊക്കവും ഭയങ്കര മഴയും എല്ലാം ആയിട്ട്. എല്ലാവരും സേഫ് അല്ലേ എന്നുള്ളതൊന്ന് പറയണേ. കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ എല്ലാം വീട്ടിലെല്ലാം സേഫ് ആയിട്ട് നിൽക്കുന്നല്ലോ എന്നൊന്ന് പറയണം കേട്ടോ. നമ്മൾ കണ്ണൂർ വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളെ ഏരിയയിലെ കുഴപ്പമൊന്നുമില്ല. 2-3 ദിവസമായിട്ട് ഇപ്പൊ മഴ അങ്ങനെ തീരില്ലേ ഇല്ല, ചെറുങ്ങനെ പാർന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി എല്ലാവരും നല്ല സേഫ് അല്ലേ എന്ന് പറയാട്ടാ. അടിയില് നമ്മൾ സെക്യൂർ സെന്റർ മാളിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നല്ല ദൂരം വന്നു, ട്രാഫിക് ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് അതിന് അത്യാവശ്യം. ഇതിന്റെ സൈഡിൽ അത് ആ പാർക്കിങ് അത് തന്നെ ആയിരിക്കുമല്ലോ കേട്ടോ. നമ്മള് ഫസ്റ്റ് ഇത് മാളായ സമയത്ത് വന്നതേ ഉള്ളൂ കേട്ടോ. അന്നേരം ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിട്ട. ഇപ്പൊ ഏകദേശം ഓപ്പൺ ആയി എന്നാണ് പറയുന്നത് കേട്ടത്. ഏതായാലും പോയി നോക്കാം, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സെറ്റ് ആക്കട്ടെ. പാർക്കിംഗ് ആയിട്ട് ഓർമ്മയില്ല, ഇങ്ങനെ കൊറേ പോയി നല്ല രസല്ലേ. പണ്ട് നമ്മള് വന്നപ്പോ ഇങ്ങനെ കൊറേ ഉള്ളിലേക്ക് പോയിട്ട് പാർക്കിംഗ് എല്ലാം നല്ല രസമായിരുന്നു അന്നേരം. പിന്നെ ഇന്ന് ഇറങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താ അറിയോ, എനിക്ക് ഞായറാഴ്ച പല്ലിന് ക്ലിപ്പ് ഇടും കേട്ടാ. ഈ ഇപ്പൊ വൃത്തി കണ്ടോ എല്ലാരും, ഇനി ഇങ്ങനെ കാണാൻ പറ്റിയില്ല, ക്ലിപ്പ് ഇടും. അതുകൊണ്ട് എനിക്ക് 1-2 സാധനങ്ങൾ തിന്നണമെന്നുണ്ട്, കഴിക്കണമെന്നുണ്ട്. ക്ലിപ്പ് ഇട്ടാ പിന്നെ നമുക്ക് അധികം നമുക്ക് വേണ്ടുന്ന പോലെ എല്ലാം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് കൂടെ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലെത്തിയപ്പോൾ അവിടെ കുറേ ബ്രാൻഡ്സ് ഇങ്ങനെ ചുറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതിൻ്റെ ഉള്ളിൽ കയറണം അങ്ങനെയൊന്നും ഇല്ലതുണ്ടായിട്ടില്ല. അലൻസോളിയും വാൻ ഹ്യൂസനും അതുപോലെ മാക്സും അതെല്ലാം ആ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിന്. നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയപ്പോൾ അവിടെ യാസ്മി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെയാണ് എൻ്റെ ഫ്രണ്ട് ഉള്ളത് കേട്ടോ, ഐശ്വര്യ. നിങ്ങൾ മുന്നേ ക്യാപിറ്റൽ മാളിൽ പോയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവളിപ്പം ഇവിടെ സെൻറ്റർ സ്ക്വയർ സെക്യൂർ സെൻറ്റർ മാളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഏതായാലും പോയ സ്ഥിതിക്ക് വെറുതെ ഒന്ന് നോക്കുന്നതാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ലക്ഷ്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ കുറേ ഡ്രസ്സ് തൂങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ നമുക്കത് നോക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവുമല്ലോ, എന്തായാലും പൊതുവേ സ്ത്രീകളായ സ്ഥിതിക്ക്. അതുകൊണ്ട് അതെല്ലാം കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഷൂസും ചപ്പൽസ് എല്ലാം വെച്ചിട്ടുണ്ട്, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിന്. ഏതാ മേടിച്ചായിരുന്നു? മോള് പറയുന്ന മേടിച്ചായിരുന്നു. നമുക്കൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തു മേടിക്കുന്നതിന് മുന്നേ നമുക്ക് പ്രൈസ് നോക്കണ്ടേ? കുറവാന്നല്ലേ, ഓരോ സെക്ഷൻ അനുസരിച്ചിട്ട് ചിലതെല്ലാം 1000 സംതിങ്. അത് വേണ്ട, ഓരോ ബ്രാൻഡ് വൈസ് ആണ്. ഇങ്ങനെ ഓരോ ബ്രാൻഡ് ഇങ്ങനെ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലതിന് പൈസ ഉണ്ട്, ചിലതെല്ലാം കുറവാണ്. ഇതൊന്നും രസമില്ല, പക്ഷേ ചില നോർമൽ കുർത്തിയാണ്. വേണ്ട അത് വേണ്ട. നോക്കി വെച്ചാ പച്ചമാങ്ങ നല്ല രസം. ചിലതിനെല്ലാം നല്ല റേറ്റ് ഉണ്ട്, ചിലതിന് കുറവാണ്. എനിക്ക് മൊത്തത്തിൽ നോക്കിയതിൽ ഇഷ്ടപ്പെട്ടത് ഇത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. 800 സംതിങ് ആയിരുന്നു അതിൻ്റെ പ്രൈസ്. എനിക്ക് നല്ല ഇഷ്ടമായി. എടുക്കണ്ടയോ എന്നുള്ള ഡബിൾ മൈൻഡിലാണ് ഉണ്ടായേ. പിന്നെ ഐശ്വറിന് ഇട്ട് നോക്കി എന്നിട്ട് തീരുമാനിക്കാനെല്ലാം പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞാൻ രണ്ടും കൽപ്പിച്ച് വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ ഓർത്ത് മീശോ എന്നാണ് നമുക്കിപ്പോൾ ചെറിയ പൈസക്ക് ഇഷ്ടംപോലെ കിട്ടുന്നില്ലേ, അപ്പോൾ പിന്നെ എടുക്കാം, ഇനി വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ മാറ്റി വെച്ചു. പക്ഷെ അതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐശു എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഡയമണ്ടിൻ്റെ ബ്രേസ്ലെറ്റ്. അപ്പോൾ ശരി ഐശു, നാളെ കാണാം. നല്ലുണ്ട്, പക്ഷേ നല്ലുണ്ട്, നല്ല ഡ്രസ്സ്, നല്ല പറ ഡ്രസ്സ്. ഞാനിത് പണ്ടേ വാങ്ങിക്കണല്ലേ, തിരിച്ചു കൊടുത്തു കേട്ടോ. നല്ല സാധനം എൻ്റെ കണ്ടിട്ട് ഏച്ചു വാങ്ങിച്ചു.
പച്ച നോക്കട്ടെ അമ്മ. ആ ഫുൾ കൈ മേടിക്കുന്നുണ്ട്. ഇത് വേറെ അങ്കമണി പോകും. ഇത് ഇഷ്ടായിന്. ഇത് അമ്മക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കുന്നത്. ഇച്ചുവിന് ഇഷ്ടപ്പെട്ടിട്ട് ഇതാ ഈ ഫുൾ കൈ. ഇതിന് ഈ പിള്ളേരെല്ലാം കുറച്ച് പ്രൈസ് കുറവുണ്ട് കേട്ടോ. 299. ഇത് 299 അല്ലേ? ആ ഫ്ലോറിൽ തന്നെ ട്രെൻഡ്സും അതുപോലെ മമാർത്തിൻ്റെ ഒരു സ്റ്റോർ ഉണ്ട് കേട്ടോ. മമാർത്തിൻ്റെ ഓഫ്ലൈൻ സ്റ്റോർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിനി. പക്ഷേ ഇപ്പോൾ പിന്നെ വിചാരിച്ചു ഓൺലൈനായിട്ട് നമ്മൾ കൂപ്പൺ കോഡെല്ലാം യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഓഫർ കിട്ടൂലേ, അങ്ങനെ വാങ്ങിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വന്നേ. എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി നടത്തെല്ലാം. കുറച്ച് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നീച്ചുട്ടി വിശക്കുന്ന പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കണ്ടേ. നേരെ ചിക്കിങ്ങിലേക്കാണ് കേട്ടോ പോയത്. എൻ്റെ വിഷ് ലിസ്റ്റിലുണ്ടായ ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാമെന്ന് വെച്ചു. കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. എനിക്ക് പിന്നെ അധികം അങ്ങനെ കഴിക്കാനും പറ്റില്ല. ചിലവരെല്ലാം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഒരു ദിവസം തന്നെ കഴിക്കൂലേ. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ തന്നെ മതിയാവും, അത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ മറ്റേ ചിക്ക് പോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബാസ്ക്കറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഓർഡർ ചെയ്തത് ചിക്കിങ്ങിലെ ചിക്ക് പോപ്പും ഫ്രഞ്ച് ഫ്രൈസ്. നീച്ചോട്ടിൻ്റെ ഫേവറേറ്റ്. നീച്ചോട്ടിക്ക് ഫ്രഞ്ച് ഫ്രൈസ്, എനിക്ക് ചിക്ക് പോപ്പ് കിട്ടണം. എനിക്ക് രണ്ടൊന്ന് കൈയിട്ട് പോയി. നീച്ചോട്ടിക്ക് എന്നാ വേണ്ടേ? ഫ്രഞ്ച് ഫ്രൈസാ. വലിയ തിരക്കൊന്നുമില്ല അല്ലേ? എന്നാലും വളരെ കുറവാണ്. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പം നല്ലോണം കുറവാണ് തിരക്കെല്ലാം. കുറച്ച് കാമാൻ കൊയറ്റായിട്ടുള്ള മോളാണ്. ചൂട് തണിയട്ടെ കണ്ണാ, നല്ല ചൂടുണ്ടാവും. മറ്റേതും ഉണ്ട്. ഞാൻ KFC ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ചിക്കൻ തന്നെ വലിയ ചിക്കൻ്റെ പീസിൻ്റെ കുറച്ച് വെറൈറ്റീസ് എല്ലാം ഉണ്ടാവില്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതിൻ്റെ ഒന്നും പേര് പോലും എനിക്കറിയില്ല. ഇത് മാത്രമാണ് ആകെ ഇഷ്ടമുള്ള കാര്യം, കുഞ്ഞു പീസ്. പിന്നെ നമ്മുടെ അവിടെ പിള്ളേരെ സെക്ഷൻ ഉണ്ടല്ലോ ഗെയിംസിൻ്റെ എല്ലാം, അവിടത്തേക്കൊന്ന് പോയി നോക്കി നിച്ചുവിന് കളിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഫൺ അൺലിമിറ്റഡ് എന്നുള്ള മറ്റേ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിച്ചുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കഴിക്കേണ്ട കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ചിക്കിങ്ങിൽ തന്നെ ഒരു പാർസലും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിന്. ഐശുവിൻ്റെ മോനുണ്ടായിന് ഷോപ്പിൽ ഓളോടെ വന്നിട്ട്. അപ്പോൾ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു പാർസൽ വാങ്ങി. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഐശുവിൻ്റെ അടുത്ത് വന്നു. നേരത്തെ മേടിച്ച് വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാന്ന് കേട്ടോ. മാളിൽ എനിക്ക് കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഒന്ന് മാക്സിലും കൂടെ കയറാം കേട്ടോ, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഉറങ്ങല്ല, വാ ഉറങ്ങല്ല. ആരും ഇല്ല, അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ചേനാട്ടി ഇരിക്കുമെന്ന് ഐശുല്ല. അവിടെ ഉറക്കം വന്ന് എന്നാടാ. ആ ചച്ചക്ക് അമ്മമ്മക്ക് മേക്കാട്ടാ. എന്തെങ്കിലും മേടിക്കാം. മാക്സിൽ കയറിയിട്ട് ഇതാ ഇറങ്ങി എന്നുള്ള രീതിയായിരുന്നു. കാര്യമായിട്ട് ഒന്നുമില്ല, അങ്ങനെ വെറൈറ്റി ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് എടുക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിട്ട്. നിച്ചുവിന് അങ്കൻവാടിയിലെല്ലാം പോകുമ്പോഴേ കുറച്ച് ഫ്രോക്കും കാര്യങ്ങളെല്ലാം വേണമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് നോക്കാമെന്ന് വെച്ച് കയറിയതാണ്. പിന്നെ കുറച്ച് ഫ്രോക്കെല്ലാം ഉണ്ട്, പിന്നെ അതിനെല്ലാം പൈസ ഉണ്ട്. അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സിന് പൊതുവേ നല്ല പൈസ ഉണ്ടാവുമല്ലോ, മാക്സിലെല്ലാം പ്രത്യേകിച്ച്. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് മീഷോ തന്നെ ശരണം. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ തോന്നുന്നല്ല, ഇങ്ങനെ നോക്കി ലാസ്റ്റ് മീഷോയിലെത്തും. മീഷോന്ന് ഞാൻ കുറേ എണ്ണം നോക്കി വെച്ചിട്ടുണ്ട്, അത് മേടിക്കാമെന്ന് വെച്ച്. പിന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഈ മസാജ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ പണ്ടേ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചാണ്. പോകുമ്പോൾ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിന്നെ എന്തായാലും ഇന്ന് കയറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന്. അപ്പോൾ ഇതാ മസാജ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയതാണ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ വറക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയുണ്ടായിനി. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്മൂത്തായി. ഞാൻ മസാജ് ചെയ്യുന്ന സമയം കൊണ്ട് നിച്ചൂട്ടി താഴ്ന്ന് ജീപ്പ് ഓടിച്ചു കേട്ടോ. അപ്പോൾ മുകളിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലല്ലോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയ ആൾ. സ്വന്തം ഓടിക്കുന്ന പോലെയാണ് കേട്ടോ. ഇങ്ങനെ ഇതെല്ലാം തിരിച്ചിട്ട് സ്റ്റിയറിംഗ് എല്ലാം തിരിച്ചിട്ട് സ്വന്തം ഓടിക്കുന്ന മെൻറ്റാലിറ്റിയാണ് ഉണ്ടായത്. അതുകൊണ്ട് മോള് നല്ലോണം ഹാപ്പിയായി. പത്ത് മിനിറ്റാണ് എൻ്റെ മസാജിൻ്റെ സമയം ഉണ്ടായിനി. അകത്തെ ഏകദേശം ആകുമ്പോഴേക്ക് നിച്ചൂട്ടിൻ്റെ ജീപ്പ് റൈഡും കഴിഞ്ഞു. 100 രൂപയാണ് കേട്ടോ. ആ ജീപ്പിന് ഒരു 4 റൗണ്ട് അവിടെ ഓടിക്കുകയുള്ളൂ. പിള്ളേരെ ഇങ്ങനെ പറ്റിക്കാൻ ഓരോ ഇത്. പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പിള്ളേർക്ക് ഒരു സന്തോഷം, അത് വേറെ കാര്യം. ഈ മസാജിന് 100 രൂപയാണ് കേട്ടോ. 60 നോർമൽ മസാജ്, പിന്നെ ഫുള്ള് അങ്ങനെ ചെയ്യണമെങ്കിൽ 100 രൂപയാണ് മസാജിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്.
അമ്മ വരുന്നുണ്ട് അപ്പൊ നമ്മള് മാളിന്ന് തിരിച്ചിറങ്ങിട്ടാ മസാജ് എല്ലാം ചെയ്ത് ഒരു സുഖം കിട്ടിയിട്ടുണ്ട്. നടുവിനും കാലിന്റെ അടിയിലും ആണ് കൂടുതലായിട്ട് ഇങ്ങനെ അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് നല്ല സുഖമുണ്ട്. പക്ഷെ എനിക്കൊരു സംശയം, ഞാൻ ഹൈറ്റ് കുറവല്ലേ, അതുകൊണ്ട് ഞാൻ താഴേക്ക് കാലം മുട്ടിച്ച് കിടക്കുമ്പോ എന്റെ കഴുത്തിന് കിട്ടേണ്ട സാധനം തലേന്റെ ഇവിടെയാണോ കിട്ടീനി എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഒരു നിൽക്കുന്ന സംഭവം അത് ചിലപ്പോ കഴുത്തിന് കിട്ടേണ്ടതായിരിക്കും. ഞാൻ ഹൈറ്റ് കുറയുമ്പോ എന്റെ തല കാണില്ലേ, അതുകൊണ്ടായിരിക്കും റിലാക്സ് ചെയ്യാൻ കിടന്നിട്ട് തലവേദന വന്നോ? തലേന്റെ ഇവിടെ ഒരു വേദന ചിലപ്പം അങ്ങനെ കിട്ടിയോണ്ടായിരിക്കും. വലിയ കുഴപ്പമൊന്നും. പക്ഷെ ബോഡി നടുവെല്ലാം നല്ല സുഖമുണ്ട്, കാലിന്റെ അടിയിലും നല്ല സുഖമുണ്ട്. 10 മിനിറ്റിന് 100 രൂപ. 10 മിനിറ്റിന് 100 രൂപ. പക്ഷെ ഞാൻ പണ്ടേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചില്ല. ഏട്ടൻ നമുക്ക് പ്രോത്സാഹിപ്പിച്ചു കിട്ടും, നീ ചെയ്ത് പറഞ്ഞിട്ട്. അതുകൊണ്ട് അങ്ങനെ കേറിയേ. അതിന്റെ ഇടയിൽ കുഞ്ഞുമാവ ജീപ്പ് ഓടിച്ചല്ലേ? പിന്നെ ജീപ്പ് വീട്ടിലേക്ക് എടുക്കാൻ പറ്റുമോ? എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവരാത്തതിനുള്ള സങ്കടം നീ കാണുന്നത് കേട്ടോ. ഇനിയിപ്പോ വിശക്കുന്നില്ല കാര്യമായിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മളിപ്പോ ചിക്കിങ്ങിൽ കുറച്ച് നേരത്തെ കയറിയില്ലേ, പക്ഷെ നിച്ചുട്ടിക്ക് എന്തെങ്കിലും റൈസ് ഐറ്റം കൊടുക്കും വേണം. അതുകൊണ്ട് ഞാൻ നിച്ചൊരു മോമോസ് വേണമെന്ന് കുറച്ച് ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. അത് നമുക്ക് ആലോചിക്കാം, അവയെ നമുക്ക് പാർസൽ മേടിക്കാം കേട്ടോ പോകുമ്പോ. അപ്പൊ ഒന്ന് സ്റ്റാൻഡിലെല്ലാം പോണം, കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മേടിക്കണം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് മോമോസ് മേടിക്കും. അതിൻ്റെ ഇടയിൽ ഒന്ന് സൂപ്പർ മാർക്കറ്റ് കയറിയ 2 സാധനങ്ങളെല്ലാം എടുക്കാനുണ്ടായിരുന്നു. നിച്ചുവിൻ്റെ പാമ്പേഴ്സും പിന്നെ എൻ്റെ പാഡും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടായിരുന്നു. ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ് കയറിയാലും നമുക്ക് വലിയ സൈസിൽ ഇങ്ങനെ ബൾക്കായിട്ട് മേടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ റിയലിന് കുറച്ച് സാധനം എടുക്കാനുണ്ടായിനെ, അത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു ബിരിയാണി മേടിച്ച് എല്ലാവരും കൂടെ കഴിച്ച്. തീരെ വിശക്കുന്നില്ല എന്നാലും. പക്ഷേ നെച്ചൂട്ടിക്ക് വീട്ടിലെത്തുമ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ മേടിച്ച് നല്ലോണം ടയേർഡായിട്ട് ചൂടായിട്ടാണ് തോന്നിയത്. നല്ല വെയിലാണ്. പിന്നെ ഇറങ്ങുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിച്ച് അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് എല്ലാം ഇന്ന് ഏകദേശം അവസാനിച്ചു. മാങ്ങയാണ് മെയിൻ ലക്ഷ്യം ഉണ്ടായത്. പക്ഷെ മാങ്ങ വലിയ അധികം നല്ലതില്ലാത്തതുകൊണ്ട് 1-2 എണ്ണം നോക്കിയിട്ട് പേരിന് 2 എണ്ണം എടുത്തു. കുറച്ച് വത്തക്കയും പഴവും എല്ലാം വാങ്ങി. എല്ലാം മേടിച്ചിട്ട് വണ്ടി കയറി ഇതാ കരിഞ്ഞു പോയി. സാധനം എല്ലാം ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ പോവാട്ടോ വീട്ടിലേക്ക്. ഇനിയൊന്നുമില്ല. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. നിച്ചൂട്ടിന് അങ്കൻവാടി പോയ വിശേഷവും അതുപോലെ ചെറിയൊരു ഔട്ടിംഗ് വ്ലോഗും ആയിരുന്നു ഇന്ന്. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.